നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് തീപിടുത്തം, പോലീസ് കേസെടുത്തു. 8 കോടി രൂപയുടെ നഷ്ടമെന്ന് എഫ്ഐആർ. കഴിഞ്ഞ ദിവസം പുതിയ സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തത്തിൽ കേസെടുത്ത പോലീസ് 8 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് എഫ്ഐആറിൽ പറയുന്നു. അതേസമയം സംഭവത്തെക്കുറിച്ച് വിശദ അന്വേഷണം നടത്തുമെന്ന് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു. ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് സംഭവം വിലയിരുത്തുമെന്നും തീപിടുത്തത്തിന്റെ കാരണം വിശദമായി പരിശോധിക്കുമെന്നും മേയർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടെയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വസ്ത്രവ്യാപാരശാലയിൽ തീപിടുത്തമുണ്ടായത്. കട തുറന്നു പ്രവർത്തിച്ചിരുന്നു. നിരവധി ആളുകൾ കെട്ടിടത്തിലുണ്ടായിരുന്നു. തീ പടരാൻ തുടങ്ങിയതോടെ എല്ലാവരെയും ഒഴിപ്പിക്കുകയായിരുന്നു. സർക്കാർ പ്രഖ്യാപിച്ച വാടക കൃത്യമായി ലഭിക്കുന്നില്ല. മുണ്ടക്കൈ ദുരിതബാധിതർ പ്രതിഷേധവുമായി തെരുവിൽ. പ്രതിഷേധക്കാർ വൈത്തിരി താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു. നാട്ടുകാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഞങ്ങൾക്കായി പിരിച്ചെടുത്ത കോടികൾ എവിടെ സർക്കാരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. സർക്കാർ പ്രഖ്യാപിച്ച 9,000 രൂപ കൃത്യമായി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. വാടക കൃത്യമായി നൽകിയില്ലെങ്കിൽ തങ്ങളെ ഇപ്പോൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പുറത്താക്കിയേക്കുമെന്ന് പലരും പ്രതികരിച്ചു. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്നും ഏറെ ദുരിതത്തിലാണെന്നും ഇവർ പറയുന്നു. ആലപ്പുഴയിൽ കാറും KSRTC ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം, 1 മരണം. ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റയിൽ ഇന്ന് രാവിലെയാണ് സംഭവം. KSRTC ബസും കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരി മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇന്ന് രാവിലെയാണ് സംഭവം. പരിക്കേറ്റ എല്ലാവരെയും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് നിയന്ത്രണം തെറ്റിവന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് വിവരം. കൊല്ലം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിനെയും പിക്കപ്പ് വാനിനെയും വന്നിടിക്കുകയായിരുന്നു. കാറിന്റെ ഇടത് ഭാഗം പൂർണ്ണമായും തകർന്നു. ഈ ഭാഗത്തിരുന്ന സ്ത്രീയാണ് മരിച്ചത്. കാർ വെട്ടിപ്പൊളിച്ചാണ് അകത്തുള്ളവരെ പുറത്തെടുത്തിരുന്നത്. പിക്കപ്പ് വാനിലെയും ഡ്രൈവറെയും പുറത്തെടുത്തത് വാഹനം വെട്ടിപ്പൊളിച്ചാണ്. KSRTC കണ്ടക്ടർ തോട്ടിൽ മരിച്ച നിലയിൽ. പത്തനംതിട്ട പെരിനാട് കൂനംകരയിലാണ് സംഭവം. കൂനംകര സ്വദേശി സജീവാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. തലശ്ശേരിയിൽ KSRTCയുടെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുത്ത് മടങ്ങി വരികയായിരുന്നു സജീവ്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് പോലീസ് എത്തി തുടർ നടപടി സ്വീകരിച്ചു. സ്കൂട്ടർ ഓടിച്ചു വരുന്നതിനിടെ തെന്നി മറിഞ്ഞതാണോ അതോ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. +2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മെയ് 22-ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കുക. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു. 4,44,707 വിദ്യാർത്ഥികളാണ് 2ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. മെയ് 14-ന് ബോർഡ് മീറ്റിംഗ് കൂടി മെയ് 22-ന് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടന്നു വരികയാണ്. 4,13,581 വിദ്യാർത്ഥികളാണ് 1ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി 1ാം വർഷ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു.